കമലാദാസ് എന്നും കമലാ സുരയ്യ എന്നും അറിയപ്പെട്ട മലയാളത്തിൻ്റെ പ്രശസ്ത എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ ചരമദിനമാണ് മെയ് 31. 2006 ജനുവരി 6 കടവന്ത്രയിലെ ഫ്ലാറ്റിൽ പ്രിയങ്കരിയായ ആ സാഹിത്യപ്രതിഭയെ സന്ദർശിച്ച ഓർമ്മകളുടെ ഒരംശം പങ്കുവയ്ക്കാൻ ശ്രമിക്കുകയാണിവിടെ. കടവന്ത്രയിലെ കൂടിക്കാഴ്ച. കമലാ സുരയ്യയെ കാണുവാനല്ലോ പോയി കടവന്ത്രയിലെ ഫ്ലാറ്റിൽ ഞാൻ ഒരു ദിനം. കമലാ സുരയ്യയെ കാണുവാനല്ലോ പോയി കടവന്ത്രയിലെ ഫ്ലാറ്റിൽ ഞാൻ ഒരു ദിനം. കരുണാമയിയുടെ സഹതാപാർദ്രം മൊഴി ശ്രവണേന്ദ്രിയങ്ങളിൽ ഇപ്പോഴും മുഴങ്ങുന്നു. ധന്യമാ ജന്മത്തിൻ്റെ കഥകൾ കവിതകൾ ഹൃദയാങ്കണത്തിലെ കൊഴിയാ മലരുകൾ മലയാളവും കടന്നർച്ചന ചെയ്തു നിത്യം. മഹിളാരത്നം തൻ്റെ സാഹിതീ സംഭാവന അഭിവാദനം ചെയ്തു സ്വീകരിച്ചവർ എൻ്റെ അഭിലാഷത്തെ ഗണിച്ചേകിയോരഭിമുഖം മനസ്സു നിറയ്ക്കുന്ന വ്യഥയായിരുന്നല്ലോ, മിഴികൾ നനയ്ക്കുന്ന മൊഴിയായിരുന്നല്ലോ. അഭിവാദനം ചെയ്തു സ്വീകരിച്ചവർ എൻ്റെ അഭിലാഷത്തെ ഗണിച്ചേകിയോരഭിമുഖം മനസ്സു നിറയ്ക്കുന്ന വ്യഥയായിരുന്നല്ലോ, മിഴികൾ നനയ്ക്കുന്ന മൊഴിയായിരുന്നല്ലോ. പത്രങ്ങൾ പരതുന്നു, കത്തുകൾ തുറക്കുന്നു, വാർത്തയിൽ ചിത്രങ്ങളിൽ കണ്ണുകൾ ഉടക്കുന്നു. വിഘ്നമില്ലാതെ ആത്മകഥങ്ങൾ ചൊരിയുന്നു, അത്ഭുതം ജനിപ്പിക്കും രൂപഭാവമാ മുന്നിൽ, അത്ഭുതം ജനിപ്പിക്കും രൂപഭാവമാ മുന്നിൽ. മതം മാറിപ്പോയി, അതു പിഴയായിരിക്കാം, ഞാൻ സുകുമാരഴീക്കോടിൻ ബുദ്ധിയുള്ളോളല്ലോ. മതങ്ങൾ രണ്ടും മനപ്പീഡകൾ സമ്മാനിച്ചു, ഹൃദയ സംഘർഷങ്ങൾ തുടരെ സഹിച്ചു ഞാൻ. മന്ത്രവും മരുന്നുമായി നിത്യസന്ദർശകരായി തന്ത്രിയും മൊല്ലാക്കയും ലാടവൈദ്യനും എല്ലാം. പണവും പ്രശസ്തിയും പലരും വസൂലാക്കി, മതഭേദമില്ലാത്തോർ ചൂഷകർ എന്നും തുല്യർ. പണവും പ്രശസ്തിയും പലരും വസൂലാക്കി, മതഭേദമില്ലാത്തോർ ചൂഷകർ എന്നും തുല്യർ. പ്രണയം നടിച്ചെന്നെ ഭാര്യയാക്കുവാൻ നോക്കി ഇരുജാതിയിൽപ്പെട്ട പല രാവണന്മാരും. ഹൃദയാഘാതം വന്നു, തളർവാദവും, പിന്നെ തുടരെ ചികിത്സയിൽ ഇന്നെൻ്റെ പ്രഭാതങ്ങൾ. ഹൃദയാഘാതം വന്നു, തളർവാദവും, പിന്നെ തുടരെ ചികിത്സയിൽ ഇന്നെൻ്റെ പ്രഭാതങ്ങൾ. പ്രായമേറിയ സ്ത്രീകൾ 4 പേരുണ്ടെപ്പോഴും, പാചക സൽക്കാരാദി വീട്ടുകാര്യങ്ങൾക്കെല്ലാം. അമ്മുവും പൊന്നമ്മയും രാധയും തങ്കമ്മയും അംഗരക്ഷകർ കൂടിയാണെനിക്കവർ 4. അംഗരക്ഷകർ കൂടിയാണെനിക്കവർ 4. എപ്പോഴും വിളിക്കുന്നു മക്കൾ, ഞാൻ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഭഗ്നത വരുത്താമോ? മദ്യവും മാംസാദിയും വീരുമായി സുഹൃത്തുക്കൾ ഒത്തുമേളിക്കുന്നേരം കട്ടുറുമ്പായി മാറാമോ? വേറെയും ഫ്ലാറ്റുണ്ടെനിക്കവിടെ ചങ്ങാതിമാർ, ആഗമിക്കുമ്പോഴെല്ലാം ഞാനുമായി കൂടാറുണ്ട്. കലയും സാഹിത്യവും ഗാനവും രാഷ്ട്രീയവും അവിടെ അരങ്ങേറും, ഞങ്ങളും ആഹ്ലാദിക്കും. കലയും സാഹിത്യവും ഗാനവും രാഷ്ട്രീയവും അവിടെ അരങ്ങേറും, ഞങ്ങളും ആഹ്ലാദിക്കും. അങ്ങനെ തുടർന്ന ആത്മകഥകൾ അനർഗളം, എപ്പോഴോ തലകാല ചിന്തയിൽ കൊണ്ടു ഞാൻ. അമ്മ തൻ അനാരോഗ്യം നാം പരിഗണിക്കണ്ടേ, നന്മകൾ നേർന്നിട്ടു ഞാൻ
സാദരം വിടചൊല്ലി. അമ്മതൻ അനാരോഗ്യം നാം പരിഗണിക്കേണ്ടേ, നന്മകൾ നേർന്നിട്ടു ഞാൻ സാദരം വിടചൊല്ലി. നന്മകൾ നേർന്നിട്ടു ഞാൻ സാദരം വിടചൊല്ലി.